ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരു സിനിമ, മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത, മമ്മൂട്ടി പ്രധാന കഥാപാത്രമായിട്ട് എത്തിയിരിക്കുന്ന സിനിമ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ് നമ്മളിത് കണ്ടത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടീസർ ട്രെയിലർ ഒക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു കാര്യം ഈ സിനിമയുടെ പ്രധാന കഥാതന്തു എന്താണെന്ന് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു പേഴ്സിനെ ചൊല്ലിയുള്ള അന്വേഷണം എത്തുന്നത് പല വഴികളിലേക്കാണ്. സോ ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി ആരംഭിക്കുന്നതോടുകൂടി കൂടെ സഹായിയായിട്ടുള്ള ഗോകുൽ സുരേഷിൻ്റെ ക്യാരക്ടർ എത്തിച്ചേരുന്നു. പിന്നീട് അങ്ങോട്ട് ഇരുവരും ചേർന്നുള്ള പല പല കാര്യങ്ങളിലൂടെയുള്ള യാത്രയാണ് സിനിമയിൽ പ്രധാനമായിട്ടും പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു പേഴ്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തുകയും ആ പേഴ്സിനെ തുടർന്നുള്ള ചെറിയ ഒരു അന്വേഷണം വലിയ വലിയ ചില കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സ്റ്റൈലാണ് സിനിമ പിടിച്ചിരിക്കുന്നത്. ഒരു ഗൗതം വാസുദേവ് മേനോൻ സിനിമ എന്ന് പറയുന്ന ഒരു സ്റ്റൈലിലേക്ക് പൂർണ്ണമായി സിനിമ എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം അദ്ദേഹത്തിൻ്റെ വേട്ടയാട് വിളയാട് പോലുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പഞ്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിലേക്ക് വന്നിട്ടില്ല. എണ്ണ ഇറന്താൽ പോലുള്ള സിനിമകളിലേക്കൊക്കെ നമ്മൾ കാണുമ്പോൾ അവിടെ കിട്ടുന്ന ഒരു വീരപരിവേഷം ഒന്നും ഇവിടെ ഇല്ല. ഒരു സിമ്പിളായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഡൊമിനിക്. അയാളുടെ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ അയാളുടെ ഐക്യൂ ഒന്നും ഭയങ്കര വലുതല്ല. ഒരു സാധാരണക്കാരനെ പോലെ തന്നെ ചിന്തിക്കുന്നു. ചെറിയ ചില പൊടിക്കൈകളുമായിട്ട് അയാളുടെ അന്വേഷണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളും സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത്. തുടക്കം മുതൽക്കേ അത്യാവശ്യം ചെറിയ ചെറിയ നർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഥ മുന്നോട്ട് പോകുന്നുണ്ട്. ഒപ്പം തന്നെ കഥയുടെ പ്രധാന വിഷയത്തിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി കഥ മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ത്രില്ലിംഗ് ഫാക്ടർ അവിടെ കിട്ടാതെ പോയി എന്നുള്ളതാണ് പ്രധാനമായിട്ടും വിഷമിപ്പിക്കുന്നൊരു കാര്യം. തീർത്തും ഇതൊരു ത്രില്ലിംഗ് സ്റ്റൈലിലേക്കാണ് പൂർണ്ണമായിട്ടും ഈ സിനിമയെ കൊണ്ടുപോയിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഗൗതം വാസുദേവ് മേനോൻ ടച്ച് പൂർണ്ണമായിട്ടും ഈ സിനിമയിൽ കിട്ടിപ്പോയേനെ. ഇവിടെ ചിലയിടങ്ങളിൽ നമ്മൾ കണ്ടുമറന്ന ചില കഥാശൈലികൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമയുടെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഡൊമിനിക് ചില സിനിമകൾ കാണുമ്പോഴേക്കും പറയും, ഇതിൻ്റെ പകുതി ആയപ്പോഴേക്കും അതിൻ്റെ ഫുൾ കഥ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഇതിൻ്റെ ട്വിസ്റ്റ് എന്താണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി, ഞാനതുകൊണ്ട് ആ സിനിമ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയിലും പറയാനുള്ളത്. ഇതിൻ്റെ ഏകദേശം പകുതിയാകുമ്പോഴേക്കും എനിക്ക് കഥയുടെ ഒരു കഥാപശ്ചാത്തലം ഏകദേശം കിട്ടിക്കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് എത്തുമ്പോൾ തീർത്തും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആയിരുന്നു അതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ ഒരുപാട് കഥാപാത്രങ്ങളെ ഒന്നും പ്ലേസ് ചെയ്യാതെ എന്നാൽ കുറച്ച് അത്യാവശ്യം കഥാപാത്രങ്ങളെ സിനിമയിലേക്ക് ഇട്ടുകൊണ്ട് തന്നെയാണ് സിനിമ കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവിടെ എവിടെയും ഒരു ത്രില്ലർ സിനിമകളിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്നത് പോലെ ഒരു കൺഫ്യൂസിങ് കഥാപാത്രങ്ങളോ കൺഫ്യൂസിങ് ക്യാരക്ടേഴ്സോ ഒന്നുമില്ലാതെ ഒരു സിമ്പിൾ നെറേറ്റീവിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു സ്റ്റൈൽ. തിരക്കഥയിൽ കുറച്ചുകൂടെ ത്രില്ലിംഗ് എലമെൻസോ മറ്റോ കാര്യങ്ങളോ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ കുറേ കൂടെ ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റൈലിലേക്ക് എത്തിയനെ എന്ന് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഇനി സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഡാർബുക്ക ശിവയാണ്. ഗൗതം വാസുദേവ് മേനോൻ്റെ സ്ഥിരം ആളാണ്. പുള്ളിക്കാരൻ്റെ മ്യൂസിക് ചിലയിടങ്ങളിൽ അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ വിഷ്ണുവാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല കിടിലം ഫ്രെയിമുകളും നല്ല വിഷ്വൽ ക്വാളിറ്റി, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി അറിയാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. കളറിങ് ഗംഭീരമായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ചിലയിടങ്ങളിൽ യൂസ് ചെയ്തിരിക്കുന്ന ടോൺ, തൊട്ടടുത്ത സ്ഥലത്തിലേക്ക് മാറുമ്പോഴത്തേക്ക് വരുന്ന ഒരു ടോൺ ചേഞ്ച് എല്ലാം വളരെ നൈസായിട്ട് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഇനി പ്രകടനങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വയസ്സ് കൂടുന്നതിനനുസരിച്ച് മമ്മൂട്ടി എന്ന് പറയുന്നൊരു നടൻ്റെ മെച്യൂരിറ്റിയും കൂടുന്നുണ്ട്. പക്ഷേ അയാളുടെ പെർഫോമൻസ് ലെവലുകളും ഗംഭീരമാവുന്നുണ്ട്. ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് എന്താണ് ആവശ്യം? ഇപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജൻ സ്കറിയ എന്ന് പറയുന്ന കസബയിലെ ക്യാരക്ടറിനെ ഒരു സിംപ്ലിഫൈ ചെയ്ത് വലിയ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ വലിയ വീരപരിവേഷങ്ങളോ ഒന്നുമില്ലാതെ ഒരു സിമ്പിൾ ഒരു പോലീസ് ഓഫീസർ ആയിരുന്ന ഒരാൾ ഡിറ്റക്റ്റീവായി മാറുമ്പോൾ സംഭവിക്കാവുന്ന പാടുകളും കാര്യങ്ങളും ഒക്കെ വളരെ നൈസായിട്ട് അയാളുടെ പ്രകടനങ്ങളിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിംപ്ലി ഒരു മനുഷ്യൻ്റെ ചിന്താഗതികളിലൂടെ കൊണ്ടുപോകുന്ന കുറേ അന്വേഷണങ്ങളായിരുന്നു സിനിമയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അതിൽ ചിലയിടങ്ങളിൽ തോന്നിയൊരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ടെക്നിക്കൽ സ്റ്റൈലിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ചില വളഞ്ഞ വഴികൾ ഉപയോഗിക്കുന്നത് എന്തിനായിരുന്നു, അത്രയും ഒന്ന് ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണോ എന്ന് ഇടയ്ക്ക് തോന്നിപ്പോയി. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സിംപ്ലി ഒരു വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഒരു പോലീസ് ഓഫീസർ ആയിരുന്ന അതുപോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവായി മാറുമ്പോൾ അത്യാവശ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊരു ലോജിക്കിൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് വേണ്ടിയിരിക്കുന്നു പറയാൻ. അത് തിരക്കഥയിൽ ശ്രദ്ധിക്കാതെ പോയതിൻ്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്നിരുന്നാൽ പോലും
സിനിമയിൽ ഉടനീളം ഉണ്ടാകുന്ന ഗോകുൽ സുരേഷ് മമ്മൂട്ടി കോമ്പിനേഷനിലുള്ള ചെറിയ ചെറിയ തമാശകളും അവരിലൂടെ കഥ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പുതിയ പുതിയ കഥാപാത്രങ്ങളെ എൻട്രീസും വിജയ് വെങ്കടേഷിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ വിനീതിൻ്റെ പ്രകടനവുമൊക്കെ വളരെ നൈസായിരുന്നു. സുഷ്മിത ഭട്ട് എന്ന് പറയുന്ന നടിയുടെ ക്യാരക്ടറും ഈ സിനിമയിലുണ്ട്. അവർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അഷ്മിത ഭട്ടിൻ്റെ കഥാപാത്രം വളരെ നൈസായിരുന്നു. അതുപോലെ തന്നെ സിനിമയിൽ വന്നു പോകുന്ന ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, ഇപ്പോൾ വിജയ് ബാബു, വാഴയിലെ നായികയായിട്ടുള്ള പെൺകുട്ടി, സുരേഷ് കൃഷ്ണ ഒരു ഷോട്ടിലാണുള്ളത്, അതുപോലെ തന്നെ ഗൗതം വാസുദേവ് മേനോൻ ഒരു ചെറിയൊരു ഷോട്ടിൽ വന്നു പോകുന്നുണ്ട്. ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ക്യാമിയോസ്, ലെന, അങ്ങനെ കുറേ പേരെ ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് സിനിമ പൂർണ്ണമായിട്ടും ഡൊമിനിക് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയും ആ ക്യാരക്ടറിലൂടെ സംഭവിക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ സിനിമയിലുള്ളത്. ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ട് അതിനെ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാതെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സിനിമയിൽ എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് ഫാക്ടർ. കാരണം അത്തരത്തിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻഗേജിങ് ഫാക്ടർ കൂടുമ്പോൾ ഓഡിയൻസിൻ്റെ സൈഡിലേക്ക് വരുന്ന എലമെൻറ്റ്സ് ഭയങ്കര രസമായിരിക്കും. കാരണം അവർക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഭയങ്കര ഫീലായിരിക്കും. അതിനൊന്നും യൂസ് ചെയ്യാതെ സിംപ്ലി ഒരു നറേഷനിലൂടെ കഥ കൊണ്ടുപോയി എന്നുള്ളതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സ്റ്റൈൽ. ബട്ട് ടോട്ടലി ഒരു വൺ ടൈം വാച്ചിന് പറ്റിയ കുഴപ്പമില്ലാത്ത ഒരു എൻഗേജിങ് ത്രില്ലർ മൂവിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപക്ഷെ ഈ സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു തുടർഭാഗം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗൗതം വാസുദേവ് മേനോൻ്റെ മനസ്സിലുണ്ടായിരുന്ന യോഹാൻ അധ്യായം 1 പോലെയൊക്കെയുള്ള സ്റ്റോറികൾ ഇതിലേക്ക് പ്ലേസ് ചെയ്ത് മറ്റൊരു തരത്തിലേക്ക് റൂട്ട് ചേഞ്ച് ചെയ്ത് വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൊമിനിക്കിനെ വെച്ച് തന്നെ ഇനിയും ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പ്രൊമോഷൻ സൈഡിൽ കേട്ടിരുന്നൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഈ സിനിമയിൽ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നായകന് വേണ്ടിയിട്ട് മാറ്റണോ എന്നുള്ളൊരു സംശയം ഗൗതം വാസുദേവ് മേനോൻ ഉണ്ടായിരുന്നപ്പോൾ മമ്മൂട്ടി പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇത് മലയാള സിനിമയാണ്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് ചെയ്യാം, ഇവിടെ പ്രേക്ഷകർക്ക് എന്തും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ട് എന്നായിരുന്നു. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ യൂസ് ചെയ്തതും വളരെ നൈസായിരുന്നു എന്ന് വേണം പറയാൻ. അത് അങ്ങനെ തന്നെ ചെയ്തതിൽ ഒരു നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ സ്ഥിരം ഭയങ്കര വലിയ കാര്യങ്ങളിലേക്കൊക്കെ പോകാതെ അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോയ രീതിയും വളരെ നൈസായിരുന്നു. അപ്പോൾ കൂടുതലൊന്നും പറയില്ല, അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇൻഷോർട്ട് മൊബൈൽ കൊടുക്കുന്ന റേറ്റിംഗ് 3/5 ആണ്. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കൂടെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും